ഫസ്റ്റ് ടോപ്പിക്ക് ക്വസി കോൺട്രാക്റ്റ് ആണ്. ക്വസി കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ കോൺട്രാക്റ്റോ ഇല്ലാതെ തന്നെ കോൺട്രാക്ച്വൽ റൈറ്റ്സോ ഒബ്ലിഗേഷനോ അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എഗ്രിമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അവിടെ ക്രിയേറ്റ് ആവാതെ തന്നെ നമ്മൾ കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസോ റൈറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ടൈപ്സ് പറഞ്ഞിട്ടുണ്ട് ക്വസി കോൺട്രാക്ട്സ്. അത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് സെക്ഷൻ 68 മുതൽ 72 വരെ പറഞ്ഞിട്ട് ഓരോ സെക്ഷനിലും ഓരോ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ക്വസി കോൺട്രാക്റ്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സെക്ഷൻ 68 ക്ലെയിം ഫോർ നെസസറി സപ്ലൈഡ് ടു പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്റ്റിംഗ് ഓർ ഓൺ ഹിസ് അക്കൗണ്ട്. അതായത് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ, അത് നമ്മൾ ഓൾറെഡി അൺസൗണ്ട് മാൻ, ലുനാറ്റിക് പേഴ്സൺ അല്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അയാൾക്കോ നമുക്ക് നെസസറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വന്നിട്ടുള്ള എക്സ്പെൻസുകൾ നമുക്ക് ആ വ്യക്തിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അയാളിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, സെയിം തന്നെയാണ്. എ സപ്ലൈസ് ബി എ ലുനാറ്റിക് വിത്ത് നെസസറി സ്യൂട്ടബിൾ ഹിസ് കണ്ടീഷൻ ഇൻ ലൈഫ്. എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് ഫ്രം ബീസ് പ്രോപ്പർട്ടി. എ ബിക്ക് വേണ്ടി, ബി ഒരു ലുനാറ്റിക് ആണ്, അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നെസസറീസ് സപ്ലൈ ചെയ്ത് കൊടുത്തു എങ്കിൽ ബിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഇയാൾക്ക് ഇതിനുള്ള എക്സ്പെൻസുകൾ റീഇംബേഴ്സ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് പറയുന്നത്. അടുത്ത ടൈപ്പ് സെക്ഷൻ 69 പറയുന്നത് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേഴ്സൺസ് പേയിങ് മണി ഡ്യൂ ബൈ അനദർ ഇൻ പേയ്മെൻറ്റ് ഓൺ വിച്ച് ഹീ ഈസ് ഇൻട്രസ്റ്റഡ്. അതായത് ഒരാൾ ലീഗലി ഒരു പേ ചെയ്യേണ്ട ഒരു കാര്യം, ആ പേയ്മെൻറ്റ് അയാൾ ചെയ്യാത്ത പക്ഷം വേറൊരാൾ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ട് ആ പേയ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ട് അയാളത് പേ ചെയ്തു എന്നാൽ അത് പിന്നീട് റീഇംബേഴ്സ് ചെയ്ത് അയാൾക്ക് മേടിക്കാം. ഇതൊന്നും ഒരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ എഴുതി വെച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല, അതങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സിറ്റുവേഷൻസ് വേറൊരാൾക്ക് അത് വന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് പേ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അയാൾക്ക് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങിക്കാമെന്നാണ് പറയുന്നത്. സെക്ഷൻ 17 പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രാറ്റീഷ്യസ് ആക്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി നോൺ ഗ്രാറ്റീഷ്യസ് ആയിട്ട് മറ്റൊരു വ്യക്തിക്ക് കൺസിഡറേഷനൊന്നും ഇല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു ലോഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്തു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യത്തിനുള്ള ബെനിഫിറ്റ് അയാൾക്ക് മേടിക്കുകയോ അല്ലെങ്കിൽ ആ സാധനം റീസ്റ്റോർ ചെയ്യുകയോ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. സെക്ഷൻ 71 പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. അതായത് ഒരു എഗ്രിമെൻ്റ് പരമായിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഒരാൾക്ക് കളഞ്ഞ് കിട്ടിയെന്ന് വരിക്കട്ടെ, ആ കിട്ടി അയാൾ അത് കൈവശം വെക്കുന്നത് വരെയും അയാൾക്കായിരിക്കും ഫുൾ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ അകത്ത്. അതാണ് അടുത്തത്. ഇനി 72 പറയുന്നത് ലയബിലിറ്റി ഓഫ് പേഴ്സൺ ടു ഹും മണി ഈസ് പെയ്ഡ് ഓർ തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ. ഈ കൊയേഷൻ കൊണ്ടോ മിസ്റ്റേക്ക് കൊണ്ടോ ഒരാൾ മറ്റൊരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് അയാൾ ചെയ്തു പോയി, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് കിട്ടിയ വ്യക്തിക്ക് ഇത് തിരിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരതിന് ലയബിളായിരിക്കും എന്നാണ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ആൻഡ് ബി ജോയിൻ്റ്ലി ഓ ₹100 ടു സി. എ ലോൺ പേയ്സ് എമൗണ്ട് ടു സി ആൻഡ് ബി നോട്ട് നോയിങ് ദാറ്റ് then pay ₹100 over again to C. C is bound to repay the amount to B. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എയും ബിയും കൂടി ചേർന്ന് സിയിൽ നിന്ന് ഒരു ₹100 മേടിച്ചു. ബി അറിയാതെ ഈ പൈസ സിക്ക് തിരിച്ചു കൊടുത്തു. അതറിയാതെ ബി വീണ്ടും ഒരു ₹100 തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്തായി, അവിടെ ₹200 ആയി സീൻ്റെ അടുത്ത് ₹100 എക്സ്ട്രായാണ്. ഈ സി എന്ന വ്യക്തി ഈ ₹100 തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, അയാൾ അതിന് ലയബിളായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആണ്. സെക്ഷൻ 31 ആണ് ഡിഫൈൻ ചെയ്യുന്നത് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്താണെന്ന്. ഓക്കെ, അതിൻ്റെ അകത്ത് പറയുന്നത് നോക്കാം. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു കോൺട്രാക്റ്റ് ചെയ്യുന്നതാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. ഇഫ് സം ഈവൻ കൊളാറ്ററൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. അതായത് അതിൻ്റെ അകത്തൊരു ഇവൻ്റ് ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ആ ഒരു കോൺട്രാക്റ്റിൻ്റെ അകത്തൊരു സബ്
ഈ ഒരു ഈവൻ്റ് ഉണ്ടാവും. ആ ഈവൻറ്റിൻ്റെ ബേസിലായിരിക്കും ഈ കോൺട്രാക്റ്റ് നടപ്പിലാക്കണോ നടപ്പിലാക്കാതിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് കണ്ടിജന്റ് കോൺട്രാക്ട്. ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നൊരു കോൺട്രാക്ട് ഉണ്ടാക്കുക. അത് എന്തിൻ്റെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ ബേസിലായിരിക്കും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ കോൺട്രാക്ട്സ് ടു പേ ബി 10,000 rupees. എ ബിക്ക് 10,000 rupees പേ ചെയ്യാമെന്നൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ ഇഫ് ബീസ് ഹൗസ് ഈസ് ബേൺഡ്, ബീൻ്റെ ഹൗസ് ബേൺ ചെയ്യുകയാണെങ്കിൽ ഈ 10,000 രൂപ ഞാൻ പേ ചെയ്യാം. ഓക്കെ, അവിടെ ഒരു ഇവന്റ് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതിന് എസെൻഷ്യൽസ് ഉണ്ട്. കണ്ടിജന്റ് കോൺട്രാക്റ്റിന് കുറച്ച് എസെൻഷ്യൽസ്, കുറച്ചെന്ന് പറഞ്ഞാൽ 3 points പറയുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ എ ഫ്യൂച്ചർ ഈവന്റ്. ഇതൊരു ഫ്യൂച്ചർ ഈവന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. അൺസർട്ടൻ ഈവന്റ് ആണ്. ഇതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അത് നടക്കുമോ നടക്കാതിരിക്കുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരു കൊളാട്രൽ ഈവന്റ് ആണ്. കൊളാട്രൽ ഈവന്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിന് ഒരു സബ് കോൺട്രാക്റ്റ് കൂടെ ഉണ്ട്. ഓക്കെ, ആ ഈവന്റ് നടക്കുകയാണെങ്കിലാണ് ഈ കോൺട്രാക്റ്റ് നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 31. ഇനി സെക്ഷൻ 32 മുതൽ സെക്ഷൻ 36 വരെ തരുന്ന ഈ കണ്ടിജന്റ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് ഓരോന്ന് നോക്കാം. ഇനി നോക്കാം സെക്ഷൻ 32 എന്താണ് പറയുന്നതെന്ന്. സെക്ഷൻ 32 പറയുന്നത് ഇഫ് ആൻ അൺസർട്ടൻ ഈവന്റ് ഹാപ്പൻസ് cannot be enforced by law unless the until event has happened. If the event becomes impossible, such contract become void. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിരുന്നു ഒരു അൺസർട്ടൻ ഈവന്റ് ഹാപ്പൻഡ് ചെയ്യുകയാണെങ്കിൽ ആണ് നമ്മൾ ഈ കോൺട്രാക്റ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഈവന്റ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഈവന്റ് എപ്പോൾ നടക്കുന്നോ അവിടെ വരെ ഈ കോൺട്രാക്റ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ ഇവിടെ മറ്റൊരു സാഹചര്യം പറയുന്നത് ഇഫ് ദ ഈവന്റ് ബിക്കം ഇമ്പോസിബിൾ, ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഇമ്പോസിബിൾ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ കോൺട്രാക്ട് എന്തായി പോവും, വോയിഡ് ആയി പോവും. ഈ 2 കാര്യമാണ് ഈ സെക്ഷൻ 32 പറയുന്നത്. ഒന്ന്, ഒരു അൺസർട്ടൻ ഈവന്റ് ഹാപ്പൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ കോൺട്രാക്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതായത് ഈ ഹാപ്പൻഡ് നടക്കുന്നതിന് മുന്നേ ഇത് ഇമ്പോസിബിൾ ആയി പോവുകയാണെങ്കിലും ഇതെന്തായി, കോൺട്രാക്റ്റ് വോയിഡ് ആവും എന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എ കോൺട്രാക്ട് ടു ബി സം ഓഫ് മണി വെൻ ബി മാരീസ് സി. അതായത് എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. എ ബിക്ക് കുറച്ച് പൈസ തരാം എപ്പോൾ, എങ്ങനെയാണെങ്കിൽ ബി സിനെ മാരേജ് ചെയ്യുകയാണെങ്കിൽ. എന്നാൽ സി ഡൈസ് വിത്തൗട്ട് മാരീഡ് ടു ബി. പക്ഷെ സി എന്തായി പോയി, മാരേജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സി മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ എന്തായി, കോൺട്രാക്ട് ബിക്കം വോയിഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു അൺസർട്ടൻ ഈവന്റ് നടക്കുകയാണെങ്കിൽ ആ കോൺട്രാക്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയും. അതുവരെ അത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. സെക്കൻഡ് പറഞ്ഞ കാര്യം എന്താ, ആ കോൺട്രാക്ട് കാര്യം അൺസർട്ടൻ ഈവന്റ് നടക്കുന്നതിന് മുന്നേ ആ കാര്യം ഇമ്പോസിബിൾ ആയി നടക്കില്ല. ഇനി ഒരിക്കലും സീനെ മാരേജ് ചെയ്യാൻ പറ്റില്ല, കാരണം സി മരിച്ചുപോയി. ആ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കോൺട്രാക്ട് വോയിഡും ആവും. സെക്ഷൻ 33 ആണ്. സെക്ഷൻ 33 പറയുന്നത് ഒരു അൺസർട്ടൻ ഈവന്റ് നമുക്ക് നോട്ട് ഹാപ്പനിങ് ആണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അത് നടക്കാൻ കഴിയില്ലാത്ത ഇതിലേക്ക് വന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ കോൺട്രാക്ട് എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യുന്നത് എന്നാണ് സെക്ഷൻ 33 പറയുന്നത്. ഇവിടെ എന്താണെന്നൊന്ന് ഞാൻ ക്ലിയർ ആവാൻ ഒരു എക്സാമ്പിൾ പറയാം. എ എഗ്രീസ് ടു പേ ബി എ സം ഓഫ് മണി. കുറച്ച് മണി നൽകാവുന്ന എയും ബിയും തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ ഇഫ് എ സർട്ടൻ ഷിപ്പ് ഡസ് നോട്ട് റിട്ടേൺ, ആ പോകുന്ന ഷിപ്പ് തിരിച്ചു വരുന്നില്ലെങ്കിൽ അത് തരാമെന്ന് പറയും. ഷിപ്പ് ഈസ് സങ്ക്. ദ കോൺട്രാക്ട് ക്യാൻ ബി എൻഫോഴ്സ്ഡ് വെൻ ദ ഷിപ്പ് സിങ്സ്. അതായത് ആ കപ്പൽ എന്തായിപ്പോയി, മുങ്ങിപ്പോയി. അപ്പൊ പിന്നെ അതിന് തിരിച്ചു വരാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാം അല്ലെ. അതാണ് പറയുന്നത്. അതായത് എ എഗ്രീസ് ടു ബി സം ഓഫ് മണി ഇഫ് എ സർട്ടൻ ഷിപ്പ് ഡസ് നോട്ട് റിട്ടേൺ. ആ ഷിപ്പ് തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര പൈസ തരാം എന്ന് പറയാണ്. ആ ഷിപ്പ് എന്തായിപ്പോയി, മുങ്ങിപ്പോയി. അപ്പൊ പിന്നെ അത് എന്തായാലും നോട്ട് ഹാപ്പനി, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ആ ലോ എന്ത് ചെയ്യാം, എൻഫോഴ്സ് ചെയ്യാം എന്നാണ് ആ ലോ സെക്ഷൻ പറയുന്നത്. ഇനി നോക്ക് സെക്ഷൻ 34 എന്താണെന്ന്. സെക്ഷൻ 34 പറയുന്നത്
അത് ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലാവാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. എ എഗ്രീസ് ടു ബി എ സം ഓഫ് മണി ഇഫ് ബി മാരി സി. അതായത് എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. ബിക്ക് കുറച്ച് മണി നൽകാം. എങ്ങനെയാണെങ്കിൽ ബി മാരി സി, ബി ആരെ പോയി സിനെ മാരേജ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ അവിടെ എന്താണ് നടന്നത്? സി മാരീസ് ഡി. സി ആരെ പോയി കല്യാണം കഴിച്ചു? ഡിനെ പോയി കല്യാണം കഴിച്ചു. ദ മാരേജ് ഓഫ് ബി ടു സി must now be considered impossible. ഓക്കെ, അപ്പം നമുക്ക് ബിയും സിയും കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ എന്താണ്? ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഓൾദോ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഡി മേ ഡൈ ആൻഡ് ദാറ്റ് സി മേ ആഫ്റ്റർവേർഡ് മാരി ബി. പക്ഷെ അവിടെ എന്താണ്? അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ? ഇൻ കേസ് ഡി മരിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ബിയും സിയും തമ്മിൽ മാരേജ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മളോട് പറയുന്ന കാര്യം, ഒരു എയും ബിയും അത് ഒന്നോ രണ്ടോ പാർട്ടികൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടിന്റെ എൻട്രി വരികയും അപ്പോൾ അവിടെ എന്താവുകയാണ്? ആ കോൺട്രാക്ടിന്റെ അപ്പോൾ നിലവിൽ പോസിബിൾ അല്ലാതെ വരികയും വീണ്ടും അത് പിന്നീട് ഒരിക്കൽ അത് പോസിബിലിറ്റി ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് സെക്ഷൻ 34 നമ്മളോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 35 ആണ്. അതിൻ്റെ അകത്ത് പറയുന്നത് ദ കോൺട്രാക്ട് വിച്ച് ആർ കണ്ടിജന്റ് ഓർ ഹാപ്പനിങ് ഓഫ് സ്പെസിഫൈഡ് ഈവന്റ് വിത്തിൻ ഫിക്സഡ് ടൈം. ആ സ്പെസിഫൈഡ് അൺസർട്ടൈൻ ആയിട്ടുള്ള ഈവന്റ് ഒരു സ്പെസിഫൈഡ് ഫിക്സഡ് ആയിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ ഞാനിത് ചെയ്യാം അല്ലെങ്കിൽ ഞാനിത് ചെയ്യാതിരിക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന സെക്ഷൻ 35 പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആവുന്നത് ഒന്നെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഫിക്സഡ് ടൈം കഴിഞ്ഞിട്ടും ആ കാര്യം നടന്നില്ലെങ്കിൽ, രണ്ട് അതിനു മുന്നേ തന്നെ ഇത് ഇമ്പോസിബിൾ ആയി മാറുകയാണെങ്കിൽ. ഇപ്പോൾ എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. എന്താ പറയുക, ആ ഷിപ്പ് തിരിച്ച് ഈ ഒരു വർഷത്തിനുള്ളിൽ, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട ഈ ഡിസംബർ 31 തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് പേ ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ, അത് വിത്തിൻ 1 ഇയർ, അതായത് ആ 31st ഉള്ളിൽ അത് തിരിച്ചു വരികയാണെങ്കിൽ ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഇനി അതർവൈസ് അത് തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ് വോയിഡ് ആവും. അതുപോലെ തന്നെ ആ തിരിച്ച് എന്താ പറയുക, അതിന്റെ ഇമ്പോസിബിലിറ്റി അവിടെ വരികയാണെങ്കിലും അതെന്താവും? ഈ എഗ്രിമെന്റ് വോയിഡ് ആവും. അതായത് ഈ ഡിസംബർ 31 തന്നെ ആ ഒരു എഗ്രിമെന്റ് നടക്കാത്ത രീതിയിൽ അതിനെ ഇമ്പോസിബിലിറ്റി അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ എഗ്രിമെന്റ് വോയിഡ് ആവും എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കുക, സെക്ഷൻ 36 അകത്ത് പറയുന്നത് ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യത്തിന്റെ മേലെ നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുക? ആ എഗ്രിമെന്റ് വോയിഡ് ആയിരിക്കും അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു 2 സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എൻക്ലോസ് ചെയ്ത് വരച്ചു, എന്നിട്ട് അവിടെ സ്പേസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അല്ലെ? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നത് എന്താണ്? എഗ്രിമെന്റ് വോയിഡ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സെക്ഷൻ 31 തൊട്ട് സെക്ഷൻ 36 വരെയാണ് കണ്ടിജന്റ് കോൺട്രാക്റ്റിൽ നമ്മൾ പഠിച്ചത്. സെക്ഷൻ 31 ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് കണ്ടിജന്റ് കോൺട്രാക്റ്റിന്റെ. പിന്നെ 32 മുതൽ 36 വരെ നമ്മൾ ഓരോരോ സിറ്റുവേഷൻസ് ആണ് നോക്കിയത്. ഓക്കെ.